ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ട് തരാം കേട്ടോ. അധ്യായം 390. ഡോണറെ ഉടനെ തന്നെ കണ്ടെത്തണം. അശ്വിൻ്റെ യഥാർത്ഥ പിതാവ് സിദ്ധാർത്ഥ തന്നെയാണോ എന്നുള്ളത് നീലിമ ഒരിക്കൽ കൂടി ചിന്തിച്ചു. ശേഷം അവൾക്ക് അങ്ങനെ ആയിരിക്കാൻ തന്നെ ഒരു സാധ്യതയുമില്ല എന്നുള്ളപ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്ത അങ്ങ് നിർത്തി. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അശ്വിൻ സിദ്ധാർത്ഥിൻ്റെ യഥാർത്ഥ മകനാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതൊരു പക്ഷേ അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചത് കൊണ്ട് തന്നെ ഒരു തോന്നലായിരിക്കാമെന്നും അവൾ കരുതി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ചിന്ത അവൾക്കിടയ്ക്ക് അവളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അവൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അശ്വിൻ നല്ല ക്ഷീണത്തിലായിരിക്കുകയാണെന്നതുകൊണ്ട് തന്നെ ഉണർന്നതുമില്ല. നീലിമ അവൻ്റെ അരികിൽ തന്നെയിരുന്നു. അവൾക്ക് അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ അശ്വിൻ എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ തന്നെ ആരോടും ഒന്നും തന്നെ അവൻ പറയാറില്ല. അവൻ തന്നോട് പോലും സങ്കടങ്ങളെല്ലാം തന്നെ മറച്ചു വെക്കാനാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുഞ്ഞിന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവൾക്കത് വല്ലാത്ത വിഷമം തോന്നി. സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായതിനു ശേഷമാണ് സ്വസ്ഥത എന്താണെന്നുള്ളത് പോലും നീലിമ അറിഞ്ഞത്. അത്തരത്തിൽ ഒരു ദാമ്പത്യ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലാണ് അശ്വിൻ ബോധരഹിതനാകുന്നത്. അവൻ എന്താണ് സംഭവിച്ചത് എന്ന് അവൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. എങ്കിലും നീ അവനെ സങ്കടപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് ബിസ്ക്കറ്റും കയറി ഒഴിച്ചത് മാത്രം. അവളുടെ ദേഷ്യം മുഴുവൻ ഗീതാമ്മയോട് മാത്രമായിരുന്നു. ഒന്നും തന്നെ അശ്വിന് നോക്കിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അവൾക്ക് വല്ലാത്ത വേദന തോന്നിയെങ്കിലും അശ്വിന് അവളോട് കളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ഒരു ദിവസം നീലിമ അവന് കഴിക്കാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു. അവൻ ബോധം കെട്ട് ഹോസ്പിറ്റൽ മുറിയിൽ കിടക്കുന്നത് കണ്ട് ഉടനെ തന്നെ അവൾ ഡോക്ടറെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവളുടെ കരച്ചിൽ കേട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അശ്വിനെ അവിടെ നിന്നും പരിശോധിക്കാനായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി. പിന്നീട് ഉടനെ തന്നെ സർജറി വേണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഉണ്ടായിരുന്നിട്ട് കൊണ്ട് മാത്രമാണ് അവൾ തളർന്നു പോവാതെ പിടിച്ചു നിന്നത്. സിദ്ധാർത്ഥിൻ്റെ അരികിൽ നിന്ന് നീലിമ കരയാൻ തുടങ്ങി. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും അവൾ മാറി നിൽക്കാൻ തന്നെ ശ്രമിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് സിദ്ധാർത്ഥിനെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തു? അവന് എത്രമാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല എൻ്റെ ദൈവമേ. നീലിമ നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ ഉച്ചത്തിലായിരുന്നു. സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നീ കരയാതെയിരിക്കുക നീലിമ, ഞാൻ ഇതെല്ലാം തന്നെ ശരിയാക്കും. അവന് യാതൊന്നും സംഭവിക്കില്ല. അവനെ ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതല്ലേ, അത് നീ ഒന്ന് വിശ്വസിക്ക് പ്ലീസ് നീലിമ. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവൻ്റെ നെഞ്ചിലങ്ങ് കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അത് കണ്ടു നിന്ന് അവൻ്റെ നെഞ്ചുമങ്ങ് വേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ രണ്ട് കൈകളും കൊണ്ട് അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സ്വന്തം കുഞ്ഞിനോടെന്നുള്ളതിനേക്കാൾ സ്നേഹം ആ കുഞ്ഞിനോട് തോന്നുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിന്. തൻ്റെ സ്വന്തം മകൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ എത്രമാത്രം വേദനിക്കുമോ അത്രയധികം വേദന സിദ്ധാർത്ഥിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് തനിക്ക് അത്രയും വേദന അനുഭവപ്പെടുന്നത് എന്ന് അവന് വ്യക്തമായി തന്നെ മനസ്സിലായില്ല. എങ്കിലും താൻ അശ്വിനെ ഒരുപാടധികം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാമെന്ന് അവൻ്റെ മനസ്സിൽ കരുതി. അശ്വിൻ്റെ പ്രായവും 5 വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു രാത്രിയും പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. നീലിമയുടെ കുഞ്ഞിൻ്റെ പിതാവ് താൻ തന്നെ ആയിരിക്കുമോ എന്ന് അവൻ സംശയിച്ചു. ഒരു പക്ഷേ നീലിമയോട് ചോദിക്കാൻ തന്നെ അവൻ തയ്യാറായിരുന്നില്ല. അവനത് വല്ലാത്ത ഭയമായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ച നീലിമ എന്ത് ചിന്തിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ 5 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവൻ ചിന്തിച്ചു നോക്കി. അന്നത്തെ ആ ഒരു രാത്രി അത് നീലിമ ആയിരുന്നുവെങ്കിൽ അശ്വിൻ തൻ്റെ മകനാകുമായിരുന്നു എന്ന് അവൻ ആത്മാർത്ഥമായി തന്നെ ചിന്തിച്ചു. അവൻ്റെ മനസ്സിൽ അപ്പോഴെല്ലാം അശ്വിൻ്റെ മുഖമുണ്ടായിരുന്നു. നീലിമയെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അങ്ങനെ സർജറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. എങ്കിലും അവനെ മുറിയിലേക്കൊന്നും മാറ്റിയില്ല. ഡോക്ടറെ കണ്ടതോടെ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കാണ്. അവൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ തന്നെ ഭയം തോന്നി. കുഞ്ഞിന് ബോധം തെളിഞ്ഞതുമില്ല. അതുവരെ ഉണ്ടായിരുന്ന കാത്തിരിപ്പ് വലിയ പ്രയാസം തന്നെയായിരുന്നു. നീലിമ നിസ്സഹായായി നെഞ്ചിൽ ചുരുണ്ടുകൂടിയിരുന്നു. അവളുടെ ഉള്ളിലെ ഉത്കണ്ഠയും ഭയവും പറഞ്ഞറിയിക്കാൻ സാധിച്ചില്ല. അപ്പോഴെല്ലാം സിദ്ധാർത്ഥ് അരികിലിരുന്നത് കൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചു. നീ പേടിക്കേണ്ട, അവന് സുഖമായിരിക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടാവുമെന്ന് സിദ്ധാർത്ഥ് വാക്കുകൊടുത്തു. ഇത്തവണ ആ വാക്കുകൾ നീലിമക്ക് കുറച്ച് ധൈര്യം നൽകി. അവൾ നന്ദിയോട് കൂടെ തന്നെ അവനെ നോക്കി. ഈ സമയം ഡോക്ടർ പതിയെ പുറത്തേക്ക് വന്നു. അശ്വിൻ്റെ സർജറി പൂർത്തിയാക്കിയതിനു ശേഷം ഡോക്ടർ പതിയെ നടന്നു. ആ ഡോക്ടർ അശ്വിൻ്റെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. അയാൾ അവന് വേണ്ടി മാത്രമാണ് വിദേശത്ത് നിന്ന് വന്നത് തന്നെ. അശ്വിൻ്റെ സർജറി അറ്റൻഡ് ചെയ്യാനും അയാൾക്ക് സാധിച്ചു. ആ അവസ്ഥ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്.
അറിയപ്പെടുന്നൊരു ഡോക്ടറാണ് ശരത് ചന്ദ്ര. ചികിത്സക്കായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വളരെ ഫേമസ് ആയ ഡോക്ടറാണ് അദ്ദേഹം. അത്രയധികം അറിയപ്പെടുന്ന ഒരാൾ അശ്വിൻ്റെ ചികിത്സ ഏറ്റെടുത്തതിൽ നീലിമയ്ക്ക് ആശ്വാസം തോന്നിയിരുന്നു. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ഡോക്ടർ അരികിലേക്ക് വന്നു പറഞ്ഞു, നമ്മൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമൊന്നുമില്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. അതായത് അശ്വിനെ മാറ്റിവെക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കഴിയണം. എന്നാൽ മാത്രമേ കുഞ്ഞിന് ഭേദമാവത്തുള്ളൂ. ഇനി അതിന് അധിക സമയമൊന്നുമില്ല. അത് കേട്ടപ്പോൾ നീലിമയും സിദ്ധാർത്ഥും ഒന്ന് ഞെട്ടി. മറ്റൊരു മാർഗവുമില്ലേ? സിദ്ധാർത്ഥ് വേദനയോടെ ചോദിച്ചു. മറ്റൊരു മാർഗവും ഇല്ല എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു പോയതാണ് സിദ്ധാർത്ഥ്. നീലിമ അതുപോലും ചോദിച്ചില്ല. അവളുടെ കൈയും കാലുമെല്ലാം തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ പോലും അവൾക്ക് സാധിച്ചില്ല. സിദ്ധാർത്ഥ് അവളുടെ കൈ പിടിച്ചിരുന്നു. ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു മാർഗം ഇതുവരെ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല. നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത മറ്റൊരു മാർഗം ഉണ്ടോ എന്നൊന്നും ചോദിക്കരുത്. അന്നേരം നീലിമ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന്. ഞാനൊന്ന് കയറി കണ്ടോട്ടെ? ഡോക്ടർ ശരത് ചന്ദ്ര പറയുന്നുണ്ട്, ആയിച്ചില്ല, ബോധം വരട്ടെ, എന്നിട്ട് കണ്ടാൽ മതിയെന്ന് പറയും. അവനിപ്പോൾ കുറച്ച് വിശ്രമത്തിലാണ്. അവനിപ്പോൾ കുറച്ച് വിശ്രമമാണ് ആവശ്യമെന്ന് പറയുന്ന സമയത്തിന് നീലിമ തലയാട്ടി. ഡോക്ടർ വീണ്ടും പറഞ്ഞു, നോക്ക്, നമുക്കധികം സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. ആ കുഞ്ഞിൻ്റെ ജീവൻ അത്രത്തോളം അപകടത്തിലാണ്. ശസ്ത്രക്രിയ ഉടനെ തന്നെ നടത്തണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബോധം പോവാൻ സാധ്യതയുണ്ട്. കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നീലിമ തലയാട്ടി. സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് കോപവും ദയയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച ഡോക്ടർ പറഞ്ഞു, സിദ്ധാർത്ഥ്, നമുക്ക് കുട്ടിയുടെ പിതാവിനെ തന്നെ വേണമെന്നില്ല. DNA മാച്ചാവുന്ന ഏതെങ്കിലും ഒരാളുടെ മനസ്സായാലും മതി. തൽക്കാലം അതൊരു രക്ഷയാണ്. എന്നാൽ അത് കണ്ടെത്തുന്നതുവരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അശ്വിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്താൻ ഒരുപാട് ആളുകളെ നോക്കിയെങ്കിലും അതൊന്നും തന്നെ നടന്നില്ല. സിദ്ധാർത്ഥിൻ്റെ നിസ്സഹായാവസ്ഥ വീണ്ടും പ്രകടമായി. ഡോക്ടർ പറഞ്ഞു, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല സിദ്ധാർത്ഥ്, കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കുട്ടി അല്പം വിശ്രമിക്കട്ടെ. അന്ന് വൈകുന്നേരമായിട്ടാണ് അശ്വിനെ മുറിയിലേക്ക് മാറ്റിയത്. ബോധം തെളിയാതെ തന്നെ അവൻ കിടന്നു. ഇനിയും അവനോട് സത്യം മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നി. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് അവർ കരുതിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അശ്വിൻ കണ്ണു തുറന്നത്. തനിക്കിപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആ കുഞ്ഞിന് തോന്നി. പക്ഷേ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രം അവൻ അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിച്ചില്ല. അമ്മയുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി. അമ്മേ, എന്തു പറ്റി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ് അമ്മേ. അവൻ അമ്മയെ സമാധാനിപ്പിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അശ്വിൻ സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു, ഡാഡി, എനിക്കൊരു കുഴപ്പമില്ലാന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ ഒക്കെ നോട്ടം കണ്ടാൽ തോന്നും ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന്. ആ വാക്ക് കേട്ട് നീലിമയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ ശ്രമിച്ചു. പക്ഷേ അശ്വിൻ അവളെ അങ്ങ് തടഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മമ്മി, ഞാൻ അങ്ങനെ അമ്മയെ വിട്ടിട്ട് പോകുമോ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. നീലിമയുടെ മാനസികാവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവൻ ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. നീലിമ ആപ്പിൾ അവൻക്ക് മുറിച്ചു കൊടുത്തു. തലയിൽ വല്ലാത്ത വേദന തോന്നുന്നുണ്ടെങ്കിലും അവനത് പുറത്തൊന്നും കാണിച്ചില്ല. അവൻ ആകെ ക്ഷീണിതനായിരുന്നു. എത്ര പെട്ടെന്നാണ് രോഗിയായി തീർന്നത് എന്ന് നീലിമ ആലോചിച്ചു. അശ്വിന് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിരുന്നു. തൻ്റെ അമ്മ എന്തോ തന്നിൽ നിന്നും മറക്കുന്നുണ്ട് എങ്കിലും തനിക്ക് കാര്യമായിട്ട് എന്തോ അസുഖമുണ്ട് എന്നും അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ അസുഖം എന്താണെന്ന് മാത്രം അവൻ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അവൻ അമ്മയെയും അച്ഛനെയും നോക്കി. വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കി നിൽക്കുന്ന അശ്വിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. ഇനി എന്നും രാത്രി ഇതേ സമയത്തിന് ഞാൻ മുടങ്ങാതെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്നിട്ട് നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും കമൻസിലൂടെ അറിയിക്കണേ കേട്ടോ. നിങ്ങൾ ഒരുപാട് പേരുടെ കമൻസ് നിരന്തരമായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് എന്തായാലും അറിയിക്കണേ. നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ടായിരിക്കും ഇനിയും നെക്സ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.